ഹലോ അസ്സലാമു അലൈക്കും. ഇത്തവണ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്നും ചെയ്യുന്നതിന് ഒന്ന് മാറ്റിപ്പിടിച്ച് നമുക്ക് ഈ റോസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതാ നല്ല പത്തിരി അതുപോലെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ നല്ല പത്തിരി ഉണ്ടെങ്കിൽ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അടുത്ത തവണ ചെമ്മീൻ വാങ്ങുമ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. 1/2 കിലോ ചെമ്മീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവാളയും 2 വലിയ തക്കാളിയും 4 പച്ചമുളകും പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇത്ര ഐറ്റംസാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, റെസിപ്പി വെളിച്ചെണ്ണ വെച്ച് തന്നെ ചെയ്യണേ. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് സവാളയിൽ പകുതി ആദ്യം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യട്ടെ. അതായത് 2 സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 കഷ്ണം ഇഞ്ചിയും അതുപോലെ 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് നമുക്ക് ഈ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ. ഇനി ഇത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആക്കണ്ട, ചെറിയ രീതിയിൽ നമുക്ക് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ ചെറുതായി ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ ആ ഒരു റോസ്റ്റ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി നമ്മൾ അതേ ഫ്രൈ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ട് ബാക്കിയുള്ള സവാള നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ള സവാള നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ആ പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളൊക്കെ ചെറുതായി ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഒരുപാട് മസാലകളൊന്നും ചേർക്കണ്ട, കാരണം നമ്മൾ കുരുമുളകും അതുപോലെ പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മസാലയുടെ ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ കുത്തുമണൊക്കെ പോകുന്നത് വരെ നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഹോളൊന്നൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ തന്നെ ഇത് കറക്റ്റ് പാകത്തിലാവട്ടെ. ആ സമയത്ത് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം, ആ ഒരു നമ്മൾ യൂസ് ചെയ്ത ബൗളിൽ ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ 1/2 കിലോ ചെമ്മീനാണ്. ആ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എക്സ്ട്രാ വെള്ളം ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഊർന്ന് വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അധികം നേരം വേവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെമ്മീനാണ് വേഗം വേവും. ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായി കുക്കായിട്ട് വരും കേട്ടോ. വെള്ളം ഒരുപാടുണ്ടെന്ന് തോന്നണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കും കൂടി ചെയ്യുക. ഇനി അവസാനം നമുക്ക് ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ഇല കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ കഴിക്കാൻ ഒരേ സമയം പത്തിരിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പത്തിരിയുടെയും ചപ്പാത്തിയുടെയും കൂടെ എടുത്തു പറയണം, നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മളിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പത്തിരിയുടെ കൂടെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.